കെട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു ചെറുപ്പക്കാർ. ബുള്ളറ്റ് പ്രൂഫ് വെടികൊണ്ടില്ല. ബ്രിട്ടീഷുകാരൻ അത്ഭുതപ്പെട്ട് വെടികൊണ്ട് ഏറ്റുവെച്ചിട്ട് കത്തുന്നില്ല. അവസാനം ഒരാളെ പിടികൂടി. അന്വേഷിച്ചപ്പോൾ മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പാപ്പയുടെ കൈക്കല്ല് കെട്ടിയിരിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളം വന്നു മണക്കാട്ടേക്ക്. ഞങ്ങളാപ്പ, ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നുണ്ട്. എവിടെയാണ് സമസ്തയുടെ അടിത്തറ നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങളാപ്പ, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, ഇവിടുന്ന് പറഞ്ഞാൽ മതി. അങ്ങനത്തെ കൈക്കല്ല് ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങളപ്പ പറഞ്ഞു, നിങ്ങളോട് തൽക്കാലം ഞാൻ പറയാ, ഞാനങ്ങനെ ഒരൈക്കല്ല് കൊടുത്തിട്ടില്ല. ആരാണ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ? ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ പാപ്പാന്റെ വല്യപ്പ. അതായത് ഹൈദർ ഇന്നിവിടെ വന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. ആ നേതൃത്വം നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരെ കൂടെ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. അവർ നേതൃത്വത്തിന്റെ കൂടെ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തട്ടെ. അവരുടെ വല്യപ്പമാർക്കുണ്ടായിരുന്ന ആർജവം അവർക്കും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അവരുടെ വല്യപ്പ ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ബ്രിട്ടീഷ് പട്ടാളം വന്നു. അവരോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയാ, ഞാൻ അങ്ങനെ കൈക്കല്ല് കൊടുത്തിട്ടില്ല. എന്നാ അള്ളാന്റെ പോലെ എന്ത് പറയും? ബ്രിട്ടീഷുകാർ അന്ന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ കൊടുത്തു. വെല്ലൂരിലേക്ക് നാട് കടത്തി. ഇവിടെ നമുക്ക് പറയാം, നോക്ക് നിങ്ങൾ എവിടെയാ ആ കറാമത്തിലാ ബഹുമാനപ്പെട്ട സമസ്ത നിലകൊള്ളുന്നത്? ആ കറാമത്തിന്റെ മഹാന്മാർ ആ സമസ്തയെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇത് പറയാൻ ഇന്ന് വേറെ ആരാ അവിടെ ഉള്ളത്? സമസ്തയുടെ നേതാക്കന്മാർ എല്ലാവരും കറാമത്തുള്ളവരായിരുന്നു. അവരെല്ലാം ദീനിന്റെ മഹാന്മാരായ നേതാക്കളായിരുന്നു. എന്റെ നാട്ടിൽ മഹാനായ വാളം ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ റഹിമഹുല്ലാഹ് മൂട്ടേടത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി. അന്ന് പ്രസംഗിക്കാൻ കൊണ്ടുവന്നു. അന്നുണ്ടായ ജമാഅത്തെ ഇസ്ലാമി അന്ന് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അന്ന് അവസാനിച്ചതാണ്. മൂട്ടേട് ജമാഅത്തില്ല. ജമാഅത്തുണ്ടായി മൂട്ടേടത്ത്. വാണിയമ്പല സ്ഥാപനം കൊണ്ടുവന്നു. റഹിമഹു ഒന്ന് പറഞ്ഞേക്ക് റഹിമ, എന്താണതൊക്കെ മുതല്? ആ മനുഷ്യന്റെ കറാമത്ത് നിങ്ങൾക്ക് ഈ മാസം ഞാൻ കാണിച്ചു തരാം. അന്ന് പറഞ്ഞത്, ഞാനൊക്കെ തറയിൽ ഇരുന്നിട്ട് വയറ് കേൾക്കുന്ന സമയ വലിയ ഒരു പീടിക കൊലയിൽ നിന്ന് വയറ് പറഞ്ഞു. ഞാനടക്കം ഇങ്ങനെ തറയിലിരുന്ന് വയറ് കേൾക്കുക. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി എന്നാ പറഞ്ഞത്. ചെരിഞ്ഞു പോവുക, ചെരിഞ്ഞു പോയാൽ അവസാനം മൂലയിലെത്തിയാൽ ഇസ്ലാം ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയത്തിന്റെ, അത് മതത്തിന്റെ കുപ്പായിട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അത് പുലർന്നു. 2009 ഈ മാസം രാഷ്ട്രീയ പാർട്ടിയല്ല ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ദേശീയ യാത്ര സംഘടിപ്പിച്ചു. നേരെ എറണാകുളത്ത് നിന്ന് പോയി 4-ാം ദിവസം എറണാകുളത്തേക്ക് മടങ്ങി വന്നു. യാത്രയുടെ പേര് ദേശീയ യാത്ര. മനസ്സിലായത് ഏതോ ആരോടോ ദേഷ്യമുള്ള ഒരു യാത്ര എന്നാണ്. കാരണം ഇന്ത്യ രാജ്യത്ര ചെറുത. 4 ദിവസം കൊണ്ട് മടങ്ങി വന്നു. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാക്കാൻ തീരുമാനിച്ചു. അവരെ സിറാത്തുൽ മുസ്തഖീം സെക്രട്ടേറിയറ്റിലേക്കാണ്. അവർ മനസ്സിലാക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ മുകളിലാണ് സ്വർഗ്ഗം ഉള്ളത് എന്നാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നത്. 2 സംഘടനകൾ, ഇത് 2 മുസ്ലിം സംഘടനകൾ ഈ മാസം രാഷ്ട്രീയ പാർട്ടികൾ. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഒന്ന് NDF-ന്റെ യോഗത്തിന് പോയ ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ അന്ന് NDF-നെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത, മുള പൊട്ടിയ കാലത്ത് എന്താണിതെന്ന് മനസ്സിലാകാത്തൊരു കാല കറാമത്തിന്റെ ഉടമസ്ഥനായിരുന്ന മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് നന്ദിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി NDF-ന്റെ യോഗത്തിന് പോയി പിരിച്ചുവിട്ടു. പിന്നെ പല നേതാക്കളും, കോഴിക്കോട് ജില്ലയിലെ വലിയ ഒരു രാഷ്ട്രീയ നേതാവയോ ബഹുമാനപ്പെട്ട ശൈഖുനെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടുന്ന് ആ കുട്ടിയുടെ അവസാന ഫൈനൽ വർഷമല്ലേ, ആ കുട്ടിയെ ഒഴിവാക്കണ്ട. അപ്പൊ പറഞ്ഞു, എന്നാലേ ഞാനൊരു പണിയെടുക്കാം, ഞാനവിടെ വെള്ളിമാട് കുന്നിലിരിക്കാം, ഇനി ഈ പ്രിൻസിപ്പാളായാൽ മതി എന്നോ. അന്ന് വിളിച്ചുവിട്ടതാ. ഇന്ന് തീരുമാനമായി. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ദീർഘവീക്ഷണമുള്ള നേതാക്കളായിരുന്നു. അവർക്ക് അല്ലാഹു തആല കശ്ഫിന്റെ വിജ്ഞാനം നൽകിയിരുന്നു. അല്ലെങ്കിലും ഉലമാ സാദാത്യങ്ങൾക്ക് മുഴുവനും കശ്ഫുണ്ടായിരുന്നു. എടക്കര മഹലിന്റെ പ്രസിഡന്റ് മൊയ്തീൻ ഹാജിയുടെ ബാപ്പ പാണക്കാട്ട് പോയി പറഞ്ഞു. എടക്കര മഹലിന്റെ, ഇപ്പോഴും എടക്കര മഹലിന്റെ പ്രസിഡന്റായ മൊയ്തീൻ ഹാജിയുടെ ബാപ്പ പാണക്കാട്ട് പോയി പറഞ്ഞു. മൊയ്തീൻ ഹാജിയെ തൂക്കിക്കൊല്ലാൻ വെച്ചിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ. നിങ്ങൾക്ക് പലരും മൊയ്തീൻ ഹാജി അറിയാം. മലബാർ മൊയ്തീൻ ഹാജിയെ തൂക്കിക്കൊല്ലാൻ വെച്ചിരുന്നു. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, തെളിവുണ്ടായിരുന്നില്ല. എതിർ പാർട്ടിക്കായിരുന്നു തെളിവ്, തൂക്കിക്കൊല്ലാൻ വെച്ചു.
ബഹുമാനപ്പെട്ട മഹാനായ പൂക്കോയ തങ്ങൾ പാപ്പയുടെ അരികിലേക്ക് ചെന്നു. ഇന്ന് വല്യങ്ങൾ പാപ്പ ഇരിക്കുന്നത് പോലെ കൊലൈപ്പുറത്തിരിക്കുന്ന നേരത്ത് കയറി ചെന്നു. എന്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടാണ്, എന്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാന്നോ നിങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വെച്ചു. അൽ-ഫാത്തിഹ ഫാത്തിയോട് ദുആ ചെയ്തു. നിങ്ങൾ കുറച്ചേരം എങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞത്രേ, നിങ്ങൾ പോയിക്കോളൂ, അവൻ വരും, അവനെ തൂക്കിക്കൊന്നില്ല കൊല്ലൊന്നുമില്ല എന്ന് പറഞ്ഞു. തൂക്കിക്കൊല്ലാൻ വിളിച്ച ജഡ്ജി മരിച്ചു, ഈ മനുഷ്യനും മരിച്ചില്ല. അതാണ് സമസ്ത. ഈ മനുഷ്യൻ മരണം വരെ ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. ആ മനുഷ്യന്റെ മകൻ ഉമർ അലി ശിഹാബ് തങ്ങൾ മരണം വരെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഇന്ന് മറ്റൊരു മകൻ പ്രസിഡന്റാണ്. അതാ സമസ്തയുടെ വഴി. ഞാൻ പേര് പറയാതെ ഈ വിഷയം പല സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു. അടുത്ത മെയ്ദിനാജിയെ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ കുട്ടി പേരാണ് പറഞ്ഞോളൂ, എന്റെ പേരെന്നെ പറഞ്ഞു. എന്നോട് മെയ്ദിനാജി പറഞ്ഞിട്ടുണ്ട്, മോനെ എനിക്ക് തങ്ങളാപ്പ ജയിലിലേക്ക് ഒരു കത്തയച്ചു, ഒരു ഇല്ലന്റെ അയച്ചു. ആ ഇല്ലന്റെ ഉണ്ടായിരുന്നത് ജയിലിൽ കിടന്നിട്ട് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തു, എന്നെ വെറുതെ വിട്ടു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായ ആ കത്ത് ഞാൻ സൂക്ഷിച്ചിരുന്നു. മെയ്ദിനാജിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം എന്റെ വീട് തീ കത്തിപ്പോയി, എന്റെ മുതലാകെ കത്തിപ്പോയി, എനിക്കൊരു ബേജാറുണ്ടായില്ല. മുതൽ പിന്നെ എനിക്ക് അല്ലാഹു തന്നു. എന്റെ അന്നൊന്നും തീരാത്ത വേദന തങ്ങളപ്പനെ കത്ത് കത്തിപ്പോയല്ലോ എന്ന കാര്യത്തിൽ.